പിടി വിട്ട കണ്ട ഈ തിരികുരങ്ങ് ഇങ്ങനെ കിടന്ന് തിരിയേ. എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്, ഒരു സങ്കടം. അവിടെ നിന്ന് കളിച്ചോട്ടാ. ഈസി ഫിഷ് ഫ്രൈ ഏരാണ് ഹലോ എന്ന് പറയുന്നത് ബാക്കിലുള്ള എത്തമ്മാ. Another beautiful day ആണ് കേട്ടാ. I would like to thank these three. These two behaved very good and Pringu did very good. എല്ലാരും എഴുന്നേറ്റൂലേ? മൂന്നാളും ഒരുമിച്ചാണ് കിടക്കണേ. ഹായ് ഹായ് വീട്ടാ. Good morning. You guys had a good sleep last night? Do you? Thank you. Thank you. Thank you, Edma. Tummy, please. Good girls. Slept all right last night? It was so cold. Was it? Yeah. അപ്പോൾ നീയല്ല കുറഞ്ഞ് നിനക്ക് രാത്രി കിടക്കുമ്പോൾ ചൂടെടുക്കുകയാണെന്ന് പറഞ്ഞ് നിനക്ക് എയർകോൺ കൂട്ടാൻ പാടില്ലായിരുന്നാ? ഏയ് ഞാൻ ചതങ്ങോട്ട് പോയി വെള്ളം. ആ നിങ്ങൾ പോയിട്ട് കുളിച്ചോ, ഞാൻ റെഡി ആക്കാം കേട്ടാ. ഞങ്ങൾ രണ്ടുപേരും ഉടുപ്പൊക്കെ മാറിയിട്ടാ. ഞാൻ നമ്മുടെ മെയിൻ ടാസ്ക് മുടി കെട്ടില്ലേ. റെഡിയാണോ? ഹംഗ്രിയാണോ? മുട്ട കഴിക്കണോ? എടുമാ ചുമ്മാ ഒരാളുടെ മുടി ഒരാളെ ആദ്യം ഇതാക്കി തരാം. ഇതിലെ എല്ലാ സാധനം എടുത്തിട്ട് ഫുൾ റബ്ബർ ബാൻഡ് ഇതാ. 2 ചീപ്പ് എടുത്തോ. നിനക്കൊരു ചീപ്പ്, നിനക്കൊരു ചീപ്പ്. അത് പിടിച്ച് വലിച്ചിട്ടിട്ടാണ് ഇന്നലെ ഫുള്ള് പൊട്ടിച്ച് ചെറിയ ഇതെടുത്തോ തീർത്തോ. നീ തീർത്തോ, നീ തീർത്തോ, തീർത്തോ. ഡാഡ തീർക്കാം, ഞാനിത് എടുക്കാം. സെറ്റ് ഓക്കേണാ? ഡാഡയുടെ താടി ഒന്ന് ശരിയാക്കാം. റബ്ബർ ബാൻഡ് കൊഴിഞ്ഞു കൊഴിഞ്ഞു വീഴുന്നുണ്ട്. ഇന്നലെ 3 തിന്നത് റബ്ബർ ബാൻഡ്. എനിക്കറിയാൻ കാണുന്നു. നോ ഞങ്ങളുടെ അച്ഛമ്മണി തനിയെ മുടി ചെയ്യുന്നതാൻ അറിയാട്ടാ. എടുമേനാണോ ഡാഡ ആദ്യം മുടിക്കുന്നേ? വാ, എൻ്റെ ഗുഡ് ഗേൾ ആണ് എൻ്റെ ഡാഡയുടെ. ഡാഡയുടെ ഇതൊക്കെ എങ്ങനെ ചീന്തി 2 കൊമ്പൊക്കെ എങ്ങനെയാണ് ഡാഡ കെട്ടുക? എങ്ങനെയാണ് നിൻ്റെ അമ്മ നിങ്ങൾക്ക് 2 കൊമ്പ് കെട്ടണേ? അവിടെ ട്രൈ ചെയ്ത് നോക്കിട്ട്. അമ്മ ഇങ്ങനെ സെൻറ്ററിൽ കൂടെ ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ വരിക്കുന്നത്. അവിടെ അതിൻ്റെ ഇടയിൽ അടി ഉണ്ടാക്കാൻ പോകില്ലേ? ഒരുവിധം ഞാൻ എങ്ങനെയൊക്കെയോ എയർമയുടെ പണി തീർത്തിട്ടുണ്ട് കേട്ടോ. എയർമയുടെ പണിയല്ല, ഈ മുടി കെട്ടണ എൻ്റെ പണി. ഹോപ്പ്ഫുള്ളി ഇറ്റ്സ് ഓക്കെ. ഇനി കുറച്ച് വാക്സൊക്കെ ഇട്ടിട്ട് ഒട്ടിക്കാം. ചേച്ചി ഇവിടെ ഉണ്ട് വെച്ചെങ്കിൽ നോക്കായിരുന്നു ഇല്ലേ ചേച്ചി? നമ്പർ 2 കിലരി വീണ്ടുവാ. കിലരിയുടെ മുടി പിന്നെ കുറച്ച് വലുപ്പുണ്ട്, അത് കാരണം കുഴപ്പമില്ല അല്ലേ കിലരി? കിലരി അച്ചു. ഒരുവിധം ഞാൻ എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ പിടി വിട്ട കണ്ട ഈ തിരികുരങ്ങ് ഇങ്ങനെ കിടന്ന് തിരിയേ. വേണ്ട വേണ്ട, അപ്പം എവിടെയെങ്കിലും നോക്കിയിരിക്കട്ടെ. നീ ഞാൻ അങ്ങോട്ടേക്ക് കണ്ട അവൾക്ക്. അയ്യോ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങോട്ട് തിരിക്കണത്. ഓക്കെ സംഹൗ. ഇതൊരെണ്ണം ഇങ്ങനെ ഒരെണ്ണം ഒടിഞ്ഞിട്ടാ. That's all right. When Dada do, things will be like this. Okay, that's it. No, don't do. നീ തൊടാണ്ടിരുന്നത് അത് എങ്ങനെയെങ്കിലും അത് സ്കൂളിൽ പോയിക്കോട്ടെ. ഓക്കെ. ആരോ കഴിഞ്ഞ ദിവസം ചോദിച്ചു നിങ്ങൾ എങ്ങനെയാണ് ഈ ക്രീമി ആയിട്ട് എഗ്ഗ് ഉണ്ടാക്കണതെന്ന്. ഞാനിതിൽ ഫ്രഷ് ക്രീമും എഗ്ഗും ചേർത്തിട്ടുണ്ട്. ഇത് ഒരിക്കലും ഫുള്ളി, അതായത് ആ ക്രീമി ആവണം അത്രയും വേവിക്കരുത്. അതിനേക്കാളും തൊട്ട് മുന്നേ നിർത്തണം. കാരണം ഇത് പാനിൽ ഇരുന്നിട്ടാണെങ്കിലും വെന്തോളും. ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇത് കണ്ട ഇനിയിപ്പോൾ നിർത്തുക. കണ്ട ഞാൻ ഇപ്പോൾ നിർത്തി. ഇപ്പോൾ ശരിക്കും വേണ്ടത് ഓവർ കുക്കായി. ഞാനിപ്പോൾ അത് ആലോചിച്ച് ആരോ തന്നെ കമൻറ്റ് ഇട്ട കാര്യം. അപ്പോൾ അത്രയും ഓവർ കുക്ക്, ഇതിനേക്കാളും ഏതാണ്ട് ഒരു 20 സെക്കൻഡ് മുന്നേ വേണം നമ്മൾ നിർത്താനായിട്ട്. അപ്പോൾ നല്ല ക്രീമി ആയിട്ട് ഇത് ഇവിടെ ഇരുന്നിട്ട് വേവുക. കണ്ട ഞാൻ തീയോ ഓഫ് ചെയ്താലും ഇത് വേവുക. ഇത്രയും കുക്ക് ചെയ്യരുത്. ഐ മീൻ കുക്ക് ചെയ്തുകൊണ്ട് കുഴപ്പമുണ്ടായിട്ടില്ല ഞാൻ പറഞ്ഞത്. അഥവാ നിങ്ങൾക്ക് ക്രീമി വേണമെന്ന് വെച്ചെങ്കിൽ യു നീഡ് ടു സ്റ്റോപ്പ് കുക്കിംഗ് ബിഫോർ ദാറ്റ്.
ഞാൻ നാളെ എങ്ങാനും പ്രോപ്പറായിട്ടത് കാണിച്ചെടുത്ത് ഓവർ കുക്കായി പോയി. സിറ്റ് ഡൗൺ എസ്മൈ. ഐ നോ യു ഹംഗ്രി. സിറ്റ് ഡൗൺ പ്ലീസ്. പിങ്ങപ്പ നീ ഇവിടെ നിന്ന് തിന്നല്ലേട്ടാ, അന്നത്തെ പോലെ തിന്ന് കഴിഞ്ഞാൽ അപ്പം ഇതാവും. ദേവിക്ക് ആ തുപ്പണില്ലേ? ഇന്ന് രാവിലെ പാല് കൊടുത്തില്ല. നല്ല പുലർച്ചെ 2 മണിക്ക് പാല് കൊടുത്തു. ആ സമയത്ത് കിടന്ന് കുത്തുമായിരുന്നു. അപ്പോൾ ആ സമയത്ത് പാല് കൊടുത്തപ്പോൾ നമുക്ക് രാവിലെ പാല് വേണ്ട. പിന്നെ ഇന്നലെ നമ്മുടെ ഫിഷിങ്ങിന് പോയ ആൾക്കാർക്ക് മീൻ കിട്ടി കേട്ടാ. ഒരു 60-65 കിലോ ഉള്ളൊരു ബ്ലൂ ഫിൻ അടിച്ചിട്ടുണ്ട് ഇന്നലെ അവന്മാർക്ക്. എനിക്ക് വീഡിയോ അയച്ചു തന്നു. ഞാൻ ജസ്റ്റ് ആ വീഡിയോ ക്ലിപ്പ് ഇതിൻ്റെ സൈഡിൽ പ്ലേ ചെയ്യാം. ഞാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കിയിട്ട് പ്ലേ ചെയ്യാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് അതിൽ ബ്ലഡ് ഉണ്ട്. ഈ ചൂണയ്ക്ക് ഭയങ്കര ബ്ലഡാ. നോ എസ്മൈ കം ഹിയർ പ്ലീസ്. അപ്പോൾ ഞാനത് അപ്പോൾ അത് ഞാനത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കിയിട്ട് ഞാനത് പോസ്റ്റ് ചെയ്യാം. ഹോപ്പ്ഫുള്ളി അവർ ഡിമോണിറ്റൈസ് ചെയ്യില്ല എന്ന് വിചാരിക്കുന്നു. Good guess. Thank you. That was a beautiful almost morning section കഴിഞ്ഞു. ഇനി വൈകുന്നേരം 5 മണിക്ക് പിക്ക് ചെയ്താൽ മതിയല്ല ഇവരെന്നെ? നിന്നെ ഞാൻ 3 മണിക്ക് പിക്ക് ചെയ്യാം. That's so good. Thank you. Thank you എസ്മുട്ട. ഓക്കെ, 2 മുട്ടയും കഴിച്ചു കേട്ടോ. 2 70 ഗ്രാം എഗ് ആയിരുന്നു. അപ്പോൾ ഒരു ഉരുളമണി ബാക്കിയുള്ളൂ. നെയ്റ നന്നായിട്ട് കഴിച്ചു. ഒരു എക്സ്ട്രാ എച്ച് ഓൾറെഡി തുപ്പി തുടങ്ങിയിട്ടുണ്ട്. തിന്നണ്ടാ? എച്ച് തുപ്പിനേക്കാളും മുന്നേ ഈ സകലമാന പാത്രങ്ങളും ഇവിടെ വലിച്ചിട്ടു. എന്ത് നിർത്തിയില്ല അത് ഇങ്ങോട്ട് വലിച്ചെറിഞ്ഞെന്നറിയാം. അല്ല തത്ത വന്നിട്ട് ശരിയാക്കുമല്ല. ജോബല്ല എന്തൊരു ജോബ്. ഇതൊക്കെ തന്നെ പിന്നെ അവിടെ വലിച്ചിട്ടോട്ടാ. വലിയ ഉപകാരം. നിങ്ങൾ നീ ലഞ്ച് ബോക്സ് എല്ലാം എടുത്തില്ലേ? Okay, that's it. How was your sleep last night? Then all good? Good. You were okay yesterday? Yeah. You did a fantastic job helping the kids and that was beautiful. Go. Thank you. So, നല്ല തണുപ്പുണ്ട് പുറത്ത്. ജാക്കറ്റ് ഇട്ടോടത്ത് കാര്യമില്ല. കാരണം അവിടെ ചെല്ലുമ്പോൾ അവരവിടെ കിണ്ടിയുടെ അകത്ത് ചൂടാണ്. നല്ല ചൂടാണ്. അപ്പോൾ അവർ നല്ല വോമാക്കിയിട്ടുണ്ട്. അവിടെ ചെന്ന് ഊരും. പക്ഷെ ഇപ്പൊ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങണ നേരത്ത് ജാക്കറ്റ് അല്ലേ? നീ എങ്ങനെയാ കൈ ഇടുക? നീ ഇങ്ങനെയല്ലേ ഇടുക? നീ ഇങ്ങനെയാണ് ഇടുക. That's the way you think. Let me check for her the sleeve. Okay. Thank you. Yeah, the sleeve's good. മതി. Hurry up. We need to go. Good morning, Ada. Morning. You on? നല്ല തണുപ്പുണ്ട് കേട്ടോ. Morning, Esme. ഇന്നും ചെറിയ ഐസ് ഉണ്ട് കണ്ട. നല്ല രസം. ഒരു പഞ്ചസാര മറ്റേ കാസ്റ്റർ ഷുഗർ ഇങ്ങനെ ആക്കിയിരിക്കുന്ന പോലെ കണ്ട. ബ്ലഡി കോൾഡ്. ഓക്കെ, നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കണം. ഇന്നും 4 ഡിഗ്രിയാണ് കേട്ടോ രാവിലെ. സ്റ്റിൽ വിസിറ്റിംഗ് ലൈക്ക് റെഫ്രിജറേറ്ററിൽ ഇരിക്കുന്ന പോലത്തെ അവസ്ഥയാണ്. ബിക്കോസ് മോസ്റ്റ് ഓഫ് ദ റെഫ്രിജറേറ്ററിന്റെ ടെമ്പറേച്ചറാണ് 4 ഡിഗ്രി അല്ലേ. ഗുഡ് മോർണിംഗ് ഗായ്സ്. മോർണിംഗ് കൊണിയാടി വിത്ത് ടീം ബൂം ബാങ്. ഇന്ന് ഗുഡ് മോർണിംഗ് ആറ്റിങ്ങലാണ് കേട്ടാ. നമ്മുടെ മാമന്റെ സ്ഥലം ആറ്റിങ്ങിൽ. ഇന്നലെ ആരോ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് മാമനെ ഓർമ്മ വന്ന കാരണം ആറ്റിങ്ങിൽ പറയാന്ന് വിചാരിച്ചു. ഇന്ന് അഗൈൻ ഗോൾഡേ ഇല്ല. ഞാനും പ്രിങ്ങും മാത്രമേ ഉള്ളൂ. പ്രിങ്ങു സംതിങ്. You cannot replace അമ്മ. സെക്കൻഡ് മോം അല്ലേ? കുഞ്ഞമ്മ നീ ഇപ്പൊ ബേബീസിന്റെ. ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി കൊണയടി പിള്ളേരാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. So, beautiful. Without Amma, good or bad, Pringa? Bad. But I can feel a little bit of a pee. Three combo. അത് മാത്രല്ല നമ്മളെ അമ്മ പോയപ്പോ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്ത് ടൈമിനൊക്കെ ചെയ്യുന്നുണ്ട് അല്ലേ? ശ്രദ്ധിച്ചാ?
നിനക്ക് കിട്ടാൻ വരുന്ന വീഡിയോ കാണുന്നത്. Oh my gosh. What are you fellas doing at the back? Esme? Hera? നിങ്ങൾക്ക് തണുപ്പാണോ എന്തിട്ടാണോ? ഏയ് ഇവിടെ കൊണ്ടുവിട്ടപ്പോ ഈ പടി പിടിച്ചിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് വരാ എൻ്റെ അവിടെ നിന്ന് കളിച്ചോട്ടാ. I'm going, okay? Bye. Bye. Love you. Yeah. See you have a good one, eh? Yeah. See you in the afternoon. Bye. 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 എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. ഒരു സങ്കടം. ലാസ്റ്റ് നൈറ്റ് ഇതൊരു സങ്കടമാണ് കേട്ടോ. സങ്കടമല്ല, ഒരു റിയാലിറ്റിയാണ് ഇത്. ഞാൻ ഇന്നലെ പിള്ളേരിനെ പ്രിങ്ങൊക്കെ കിടന്നു 9 മണിയാകുമ്പോൾ. അപ്പോൾ ഞാൻ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ അവിടെ ഇരിക്കുന്ന ഒരു സീൻ കട്ടില്ലേ, അതെല്ലാം കഴിഞ്ഞ് റൂമിൽ വന്ന് 9:30 ആകുമ്പോൾ വന്ന് കിടന്നു. ഞാൻ റൂമിൽ ഫോണെല്ലാം എടുത്ത് വെച്ചു, എല്ലാം എടുത്ത് പിള്ളേരുടെ ഇടയിൽ കിടന്നു. 9:30 ആകുമ്പോൾ കിടന്നു. 9:30 ആകുമ്പോൾ കിടന്ന് ഇങ്ങനെ കിടക്കുന്ന എന്ത് ചെയ്താലും എനിക്ക് ഉറങ്ങാൻ പറ്റണില്ല. സോ അലേർട്ട്, ഐ ഡോണ്ട് നോ, ഒരു കാരണവശാലും എനിക്ക് ഉറങ്ങാൻ പറ്റണില്ല. എസ്മേറിങ് എന്നെ ഇടയ്ക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് തിരിയൊക്കെ ചെയ്യും. അവർ കുഴപ്പമൊന്നുമില്ല കേട്ടോ, അവരുറങ്ങാണ്. അവരങ്ങോട്ട് ഇങ്ങോട്ട് തിരിയുന്നു, ഞാൻ കിടക്കുന്നു. എന്താന്നാ പറയാ, 2 മണി വരെ ഒന്നും ചെയ്യാതെ ബെഡിൽ കണ്ണ് തുറന്ന് കിടക്കുക എന്ന് പറയുന്ന ഒരു അവസ്ഥ ആലോചിക്കേ. എന്ത് ചെയ്തെനിക്ക് ഉറങ്ങാൻ പറ്റില്ല. സോ അലേർട്ട്. ഞാൻ ഇതാണ് മെയിനായിട്ട് വേറെ മുറിയിൽ പോയി കിടക്കുന്നത്. എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. കിഡ്സ് അടുത്തുണ്ടെങ്കിൽ അവരൊന്നും അനങ്ങിയാൽ ഉറങ്ങാൻ പറ്റില്ല. 2 മണിക്കായപ്പോൾ അവർ ചുമച്ചു തുടങ്ങി. അപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ചു എന്താണെങ്കിലും 2 എന്നാൽ കുറച്ച് പാലെടുത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. പാലെടുത്ത് കൊടുത്തു. അങ്ങനെ അവരോട് കിടന്നപ്പോൾ പിന്നെ വീണ്ടും കുറച്ച് ചുമച്ചു. ഈ പാല് കുടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നേരത്തേക്ക് ചുമക്കുമല്ലോ. അത് ചുമച്ചു, ഒന്നും ചെയ്യാൻ പറ്റില്ല. അവസാനം ഞാൻ 2 പേരുടെ ഇടയിൽ ഒരു പില്ലോ വെച്ചിട്ട് കട്ടിലിൻ്റെ നേരെ ക്രോസായിട്ട്, അതായത് വെർട്ടിക്കലായിട്ട് കിടന്നു ഞാൻ കട്ടിലിന്മേൽ കുറച്ച് നേരം. എഴുന്നിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല. 3:10 എസ്മ എഴുന്നേറ്റിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് നടക്കാൻ തുടങ്ങി. അപ്പോൾ അവൾ നടക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ കട്ടിലിൻ്റെ ഇടയിൽ പോയി വീണ്ടും അവരുടെ ഇടയിൽ പോയി കിടന്ന് ഒരു 3:30 ആയപ്പോഴാണ് ഞാൻ ഉറങ്ങിയത്. അത് കഴിഞ്ഞപ്പോൾ 4:20 ഏറെ എണീറ്റിട്ട് എന്തിനോ വെറുതെ കുറച്ച് നേരം കരഞ്ഞു. അപ്പം ഞാൻ വീണ്ടും എഴുന്നേറ്റു. പിന്നെ 6:30 എഴുന്നേറ്റു. ശരിക്കും പറഞ്ഞൊരു 3 മണിക്കൂർ ഉറങ്ങിയുള്ളൂ. ദിസ് ഈസ് ഓൾവേസ് മീ. ഒരു സ്ഥലത്ത് എനിക്ക് ഒരിക്കലും ഉറങ്ങണ സമയത്ത് ഒരു എനക്കോ എടുക്കോ കേട്ടാൽ ഉറങ്ങാൻ പറ്റില്ല. നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെയുള്ളവരുണ്ട് വെച്ചെങ്കിൽ പ്ലീസ് കമൻറ്റ് ബിലോ. എസ്പെഷ്യലി കിഡ്സിൻ്റെ കാര്യത്തിൽ നോക്കണ്ട, അല്ലെങ്കിൽ ഭയങ്കര അലേർട്ടായിട്ട് ഉറങ്ങണ ആൾക്കാരാണോ നിങ്ങൾ വെച്ചെങ്കിൽ പ്ലീസ് കമൻറ്റ് ബിലോ. ആൻഡ് വൺ ഓഫ് ദ എനിക്ക് തോന്നുന്നത് ഏറ്റവും ഇന്നലെ വിഷ്ണുവിനോട് സംസാരിച്ച് അവർക്കൊരു ന്യൂ ബോൺ ഉണ്ടായി. വിഷ്ണു പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഇല്ല ചേട്ടാ, ഞാൻ ഒരു ഒറ്റ കിടപ്പ് കിടന്ന അമ്മമാരി ഉറക്കുറങ്ങുമെന്ന് പറഞ്ഞു. വെരി ലക്കി ഗോയ്സ് മൈ, ഐ എം ടെല്ലിങ് യു, വെരി ലക്കി ഇഫ് യു ഗെറ്റ് എ സ്ലീപ്പ് ലൈക്ക് ദാറ്റ്. അൺഫോർച്ചുനേറ്റ്ലി ഞാൻ അങ്ങനെ ആകെ കൂടി ഉറങ്ങുന്നത് ഉച്ചയ്ക്ക് 1 മണിക്കൂറാണ്. സോ അതാണ് എൻ്റെ ഗദ്ഗതം. ഉച്ചയ്ക്കത്തെ ചെറിയൊരു ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് നമ്മളെത്തി. ജിമ്മും ഉണ്ടായിരുന്നു, ജിമ്മും കഴിഞ്ഞു. തൈര് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് തൈര് ഉണ്ടാക്കാൻ എല്ലാ ദിവസവും മുടക്കും. ഇവിടുത്തെ മറ്റേ ആ പൊടി തൈര് മേടിച്ച് കഴിക്കണം, ആ കാച്ചിന് കൊള്ളില്ല. ബർഗർ ഉണ്ടാക്കാൻ കുറച്ച് മിൻസ്, ബീഫ് കറിക്ക് കുറച്ച് ബീഫ്, ഇന്നത്തെ ലഞ്ചിന് എനിക്ക് കുറച്ച് ട്രവേലി, 5 ട്രേസ് ഓഫ് എഗ് ആൻഡ് കുറച്ച് ഡംപ്ലിങ്സ്. ഇന്നെന്തോ കടയിൽ ചെന്നപ്പോൾ ഡംപ്ലിങ്സ് കഴിക്കാൻ തോന്നി. സോ മീനും ഡംപ്ലിങ്സുമാണ് എൻ്റെ ലഞ്ച്. ഉറങ്ങി എഴുന്നേറ്റിട്ട് പിള്ളേർക്ക് ഇന്ന് ബീഫ് കറി ഉണ്ടാക്കണം. ഈസി ഫിഷ് ഫ്രൈ takes only 5 to 7 minutes to cook. I always say, I know it's boring, but similar cooking every day, but you will chance to see same thing over and 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 again and again. So ഇത് 270 gram മീനാണ് കേട്ടോ. സോ 1 പോർഷൻ. ഉപ്പ്. സെയിം ടൈം അതായത് നമ്മുടെ ഡംപ്ലിങ്സ് തിളച്ച് വരുന്നുണ്ട്. ഇത് ഫ്രോസൺ ആണ് കേട്ടോ, ഒരിക്കലും ഡീഫ്രോസ്റ്റ് ചെയ്യരുത് ഡംപ്ലിങ്സ്. ജസ്റ്റ് ഫ്രോസൺ തിളപ്പിക്കുക. എല്ലാ ഡംപ്ലിങ്സും മുകളിലേക്ക് പൊന്തി വന്നിട്ട് 1 മിനിറ്റ് വെന്താൽ മതി. എന്നിട്ട് പച്ചവെള്ളത്തിലേക്ക് മാറ്റണം. അപ്പോഴേക്കും നമ്മുടെ മീൻ റെഡി ആയി തുടങ്ങിയിട്ടുണ്ട്. There we go. Beautiful. Some garlic. ഇനി ഇതിനെ ബേസ്റ്റ് ചെയ്യാം. ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ, ഈസി കുക്കിംഗ് ആണ് കേട്ടോ.
കുറച്ച് നമ്മുടെ ഫിഷ് മസാല. അത് ഭയങ്കര എരിവുള്ളതാണ്, കഴിഞ്ഞ ദിവസം ഓർക്കണില്ലേ. ഇനി കുറച്ച് കേപ്പേഴ്സ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത ഇടണ്ട കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേപ്പേഴ്സ്. ഇതിൻ്റെ ഒരു പുളി ഉപ്പൊക്കെ അടിപൊളിയാണ്. എൻ്റെ ലഞ്ച് റെഡി. ഈസി അല്ലേ? ഇനി നമ്മൾ ഡംപ്ലിങ്സ്. കുറച്ച് ഓയിൽ അധികം വേണ്ട, അതിൻ്റെ പകുതി മതി. Some salt. Some oil. ഞാൻ സോയ ചേർക്കണില്ല കേട്ടോ, കാരണം നമ്മുടെ ഫിഷ് കറിയുടെ കൂട്ടത്തിൽ കഴിക്കണ കാരണം കേട്ടോ. Done. So that's my carbs for the day. And that's my lunch. Done. And look my fish. ഇന്ന് ലെമൺ ഇല്ല, കുറച്ച് പുളി ഒഴിക്കാനായിട്ട്. പക്ഷേ ഈ കേപ്പേഴ്സിൻ്റെ ഒരു ചെറിയ പുളി ഉപ്പൊക്കെ ഉണ്ടാവും. ദാറ്റ്സ് നൈസ്. മീനിൻ്റെ കുക്കിംഗ് നോക്കി നിങ്ങൾ. സ്റ്റിൽ ജ്യൂസി, യുനോ. മറ്റൊക്കെ ഓവർ കുക്കായി കഴിഞ്ഞാൽ മറ്റേ മെഴുകുതിരി ഉറച്ച പോലെ ഇരിക്കുക. ഇതിങ്ങനെ ഇങ്ങനെ പൊടിഞ്ഞ് വരും കേട്ടോ. ഇതാണ് നമ്മൾ 1 മണിക്കൂർ ഇട്ട് കറി വയ്ക്കുക. ആലോചിക്കുക അതിൻ്റെ അവസ്ഥ. നല്ല ചാറ്. ഡംപ്ലിങ്സ്. ചെമ്മീനും പോർക്ക് അതിൻ്റെ ഉള്ളിൽ കേട്ടോ. ഇതുണ്ടോ, ചെമ്മീൻ ആൻഡ് പോർക്ക്. എനിക്ക് മിനിമം 1 ഹവറെങ്കിലും ഉറങ്ങണം. നല്ല ടേസ്റ്റ്. 1 മണിക്കൂറെങ്കിലും ഉറങ്ങിയിട്ടില്ല വെച്ചെങ്കിലേ ഇന്ന് ചിലപ്പോൾ രാത്രി ഉറങ്ങാൻ പറ്റുമെന്ന് യാതൊരു ഗ്യാരണ്ടി ഇല്ല. ഞാൻ വല്ല സിക്കായി പോകും. അത് കാരണം ഒരു ഉച്ചക്കലത്തെ ഉറക്കം ഒരു പിടി പിടിക്കുക, പ്രിങ്ങുവിനെ പോയി കൊണ്ടുവരിക, കാപ്പി, പിന്നെ ആ സമയത്ത് ക്ലീൻ ചെയ്യുക. എന്നിട്ട് നമുക്കൊരു ബീഫ് കറി ഉണ്ടാക്കണം. പിള്ളേരെ ഫുഡും കാര്യങ്ങളും കിച്ചണൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ ബേബീസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത ഷിഫ്റ്റ് സ്റ്റാർട്ട് ചെയ്യും. ഇന്ന് ഒരു വീഡിയോ എഡിറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ട്, പറ്റുമെന്ന് വിചാരിക്കണം. ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചോ, നമുക്ക് ഗോൾഡിനുള്ള സമയത്ത് അത്രയും ഫണ്ണില്ല. ഞാൻ കറക്റ്റായിട്ട് ഇങ്ങനെ മറ്റേ ഷിഫ്റ്റ് ചെയ്യണ പോലെ അവരെ രാവിലെ ശരിയാക്കുന്നു, കൊണ്ടുവിടുന്നു, തിരിച്ചു കൊണ്ടുവരുന്നു, അവരുടെ കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യുന്നു, അവരെന്നെ ഉറക്കുന്നു. അവരുടെ അടുത്ത് അന്നേരം ഒരു 20 മിനിറ്റ് അവിടെ പോയി ഇങ്ങനെ ഇരുന്നുള്ളൂ. പക്ഷെ എനിക്കതൊരു മെക്കാനിക്കലായിട്ട് തോന്നി. ഗോൾഡിനുള്ള സമയത്ത് ഗോൾഡ് അവരെ നോക്കി കിടക്കുമ്പോൾ ഇടയ്ക്ക് ചെന്നിട്ട് ഇങ്ങനെ അവരെ കളിയാക്കലും അവരെ കൊഞ്ചിക്കലും ഒക്കെ നടക്കാറുണ്ടായിരുന്നു. അങ്ങനത്തെ ആ ഒരു ഫണ്ണ് അല്ലെങ്കിൽ ആ ഒരു സാധനം ഇപ്പോൾ മിസ്സായി. ഇപ്പോൾ ഫുള്ള് മറ്റേ ഒരു ഷിഫ്റ്റ് ചെയ്യണ പോലെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഐ മിസ് ഗോൾഡാ. അങ്ങനെ ഇന്ന് രാവിലെ വിളിച്ചിരുന്നു, അവർ പറ്റുവാണെങ്കിൽ ഇന്ന് കുറച്ച് വീഡിയോ എടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് അവിടുത്തെ. ഞാൻ പറ്റിയെങ്കിൽ നമ്മുടെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാം. ഓക്കെ, അപ്പോൾ ലഞ്ച് കഴിഞ്ഞിട്ട് പവർ നാപ്പ് കഴിഞ്ഞിട്ട് കാണാം. ഗുഡ് ആഫ്റ്റർനൂൺ. മൈക്കിൻ്റെ ബാക്കിൽ സ്റ്റിക്ക് ഞാനിവിടെ എവിടെയോ നിലത്തേക്ക് കൊണ്ടുവന്ന് തോന്നുന്നുണ്ട്. ഹൗ ആർ യു? Wait, my mic's not working. Okay, I'm good. ആ മൈക്ക് വർക്ക് ചെയ്യണ്ട. മൈക്ക് വർക്ക് ചെയ്തിട്ട് എന്താ കാര്യമുള്ളൂ? മൈക്ക് അതിൻ്റെ മുകളിൽ കണക്ട് ചെയ്തിട്ടില്ലല്ലോ. How was school? It was good. Beautiful day ഇന്ന്. Yeah. Yeah, you need to be a little bit louder. The mic അവിടെ ഇല്ലാത്ത കാരണം. Yeah. Yeah. That's good. That's the power of boom bang. ഒന്നും ചെയ്തില്ല. ഇന്ന് വെറുതെ സ്കൂളിൽ വന്നിട്ട് ഇങ്ങനെ അവിടെ ഇങ്ങനെ പിടിച്ചിട്ട് ഇരിക്കണ്ടായി. ഒന്നും ചെയ്തില്ല. We had നീ എന്താ ചെയ്യണ? ഇന്ന് ജിംനാസ്റ്റിക്സിന് പോകണ്ട? Yeah. എങ്ങനെ നീ പോവാ? How are you gonna go? 6 മണിക്കാണ് നിനക്ക് ജിംനാസ്റ്റിക്സ്. നിന്നെ ജിംനാസ്റ്റിക്സിന് ഞാൻ കൊണ്ടുപോകണമെങ്കിൽ 2 പിള്ളേരെയും കെട്ടി വലിച്ചിട്ട് ഞാൻ നിന്നെ അവിടെ കൊണ്ടുവിടണം.
കൊണ്ടുവിട്ടിട്ട് നിന്നെ പിക്ക് ചെയ്യാൻ 8 മണിക്ക് വരണം. പക്ഷെ ബേബീസ് 7:30 ഉറങ്ങും. പിന്നെ നിന്നെ ഞാൻ 8 മണിയാകുമ്പോൾ പിക്ക് ചെയ്യാൻ വരുമ്പോൾ ഈ പിള്ളേരെ ഞാൻ എങ്ങനെ കുളിപ്പിച്ചിട്ട് ഇതാക്കണത്? അപ്പോഴേക്കും അവർ ഉറങ്ങുന്ന സമയമല്ലേ. സോ how I'm gonna take you? So maybe if I don't find someone to take you, I'm not gonna go. nah, you're not gonna go. That's only one option. Sorry, Pringo. Okay. That's fine. Yeah, maybe you can go to next week. Yeah. Yeah. Okay. Yep. You okay with that? Yeah. Okay. Thank you. So now 'Cause I still. don't want to have any, like last time I had I think my wrist was hurting because I was doing handstands and things. So you don't want to do what? No, like my wrist over here started hurting. This. What do you think about gymnastics? That's not a small stuff you're doing there. 2 hours of gymnastics is a hardcore training. Everything gonna hurt. If something is hurting, means you're doing something from out of your comfort zone. You know? So breaking the comfort zone is the main thing, and I want you to go. The only reason I'm not taking you because the situation. Okay? Yeah. Yo. And next time you go, you have to have that pain. The pain. Okay? Your wrist gonna get hurt, your back gonna get hurt, your knees and everything. That means you're doing something unusual or something you haven't done before. And your muscle and your bone and your mind, everything is compensating with it. That is what the pain. Yeah? Yeah. Yeah. So the exercise what you're doing at the house is not in the same zone. So you need to increase your intensity. You need to hit hard. You need to hit more until you feel the pain. If there is no pain, there is no gain. Have you heard about that word? No pain, I thought you were no gonna say gain. no pain, no gain. I thought you were gonna say that. Yeah, that's it. There is no pain, no gain. Simple. Look at the sky. എന്താ അടിപൊളിയാന്ന് നോക്കിയ sky. It looks nice on the video. Yeah, beautiful. It looks Always better sky. on the video, actually. I love sky, you know. സോ പ്രിങ്ങ് വന്നു കഴിഞ്ഞിട്ട് പുള്ളിക്കാരുടെ കാപ്പിപ്പൊടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഷീസ് ലൈക്ക് എവറി അതർ ഡേ ഷീസ് ഹെൽപ്പിങ് അസ് ടു ക്ലീൻ ദ കിച്ചൺ. അവളുടെ ഡിഷ് വാഷിങ്ങിൻ്റെ ഏരിയയും കാര്യങ്ങളൊക്കെ അവളുടെ ഏരിയയാണ്. മീൻ ടൈം ഞാൻ ദേ ഇവിടെ ബീഫെല്ലാം അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇന്നത്തെ ബീഫ് കറിക്ക് ഞാൻ ഏതാണ്ട് ഒരു 1.25 കിലോ നമ്മുടെ ചക്ക് സ്റ്റേക്കാണ് കേട്ടോ ഇത്. ചക്ക് സ്റ്റേക്കിൻ്റെ ഒപ്പം നമ്മൾ കുറച്ച് ദിവസമായി ലിവർ കുക്ക് ചെയ്തിട്ട് ഇവിടെ മേടിച്ച് വെച്ചിട്ട് കുറച്ച് ദിവസമായി. ഇത് ചിക്കൻ്റെ ലിവറാണ്. ഇത് ഞാനൊരു 2 ബിഗ് പീസ് ഇതിൻ്റെ മുകളിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഫ്രീസർ വേണം ചിക്കൻ്റെ മുകളിൽ കണ്ട ഫ്രീസറിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് കണ്ട മോൾ വശം വേണമായി. അത് കാരണം ഞാനിത് ഈ ഭാഗം യൂസ് ചെയ്യുന്നില്ല. അതിനൊരു അയ്യോ വലിയൊരു പീസാണ് പോയത്. സത്യത്തിൽ ഇതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ പിള്ളേർക്ക് കൊടുക്കാനുള്ള കാരണം വേണ്ട. ചിലപ്പോൾ ഒറ്റങ്ങനെ ചൊവ്വ കൂവാന്ന് പറഞ്ഞിട്ട് കഴിക്കില്ല. ഇതേപ്പോൾ ഞാനിത് ഈ 2 ചിക്കൻ പീസും കൂടി ഇതിൻ്റെ ഒപ്പിട്ടിട്ടാണ് കേട്ടോ വേവിക്കണേ. ഈസി റെസിപ്പിയാണ് കേട്ടോ. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സബോള, തക്കാളി, കുറച്ച് ചിക്കൻ മസാല പൊടിയില്ലേ ഈസ്റ്റേണിൻ്റെ ഒറ്റയാണ്, അതും കൂടി ഒരു തരി ഇട്ടിട്ടുണ്ട്. ഇനിയൊന്നുമില്ല, ഇവിടെ ബീഫും ചിക്കൻ ലിവറും അങ്ങോട്ട് ഇടുക. ചിക്കൻ ലിവർ അല്ല ഒന്ന് ഇളക്കിയിട്ടിടാം. ഉപ്പിട്ടിട്ട് ഇളക്കാട്ടാ. എനിക്ക് ഈ കുന്ത്രാണ്ടം ഗോൾഡ് മേടിച്ചിട്ട് എനിക്ക് ഈ സ്പൂണിൽ ഉപ്പിടാറില്ല. ഭയങ്കര പണിയത് മാത്രമല്ല കൈയിട്ടിട്ട് ഇന്ന് എടുക്കാനും പറ്റില്ല. അപ്പോൾ അതൊക്കെ കട്ട പിടിക്കുകയും ചെയ്യും. അതാണ് എനിക്ക് ആ പാത്രം തന്നെ നല്ലത്. അല്ലെങ്കിൽ എനിക്ക് കുറേ ഉപ്പ് കട്ട പിടിക്കാത്തത് വേണം. ദാറ്റ്സ് നോട്ട് എൻ ഈസി സ്റ്റഫ്. സാരില്ല, കാൺ ബി ഫസി ഓൾവേസ്. അതെടുത്ത് മാറ്റണ എങ്ങനെയെങ്കിലും അവർക്ക് ഉപ്പിടാൻ അത് നല്ല. കരിവേപ്പില, ഇളക്കി ഫ്രൈ ആൻഡ് ദ ലിവർ മുകളിൽ കിടക്കട്ടെ. അപ്പം നമുക്ക് എടുത്ത് മാറ്റാൻ എളുപ്പമുണ്ടാവും. നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് സെറ്റ് ഓഫ് വർക്കൗട്ടാണ് കേട്ടോ. രാവിലത്തെ ഞാൻ അപ്പർ ബോഡി ചെയ്തത് ഷോൾഡർ, ചെസ്റ്റ്, പിന്നെ ട്രൈസെപ്സ്. ഈവനിങ് പ്രിങ്ങുവിനൊന്നും ഇതില്ലാത്ത കാരണം പ്രിങ്ങുവിനൊന്ന് മോട്ടിവേറ്റ് ചെയ്തു. ഇന്ന് ഫുള്ള് നമ്മൾ ഗ്ലൂട്ട് ആൻഡ് ലെഗ്സാണ് ചെയ്തത്.
ഹേമീസ്. സോ ഈ ഒറ്റ എക്സസൈസ് ചെയ്തുള്ളൂ. പക്ഷേ ഈച്ച് സൈഡ് 50, 24 കിലോ 12 കിലോ. പ്രിങ്ങിപ്പോൾ 32 കിലോ ആയി. സോ ഓൾമോസ്റ്റ് 1/3 വെയിറ്റ് ബോഡി വെയിറ്റ് എടുത്തിട്ടാണ് ബൾഗേറിയൻ ചെയ്യണേ. ഡീപ്പ് ഡൗൺ. 5, 6, 7, 8, 9, 10. So don't worry guys. നിങ്ങൾക്ക് കുറേ വർക്കൗട്ട് ചെയ്യാനൊന്നും അറിയില്ല വെച്ചെങ്കിലും ഇഫ് യു പിക്ക് എനി ലോവർ ബോഡി വർക്കൗട്ട് ജസ്റ്റ് ഒരൊറ്റ സാധനം മാത്രം 100 repetition. That is far 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 better than doing nothing. Boom bang. Look at that. കുട്ടികളെ പിള്ളേരോട് ഹലോ പറയാം. How was it പ്രിങ്ങ? Good. നല്ല ലൈറ്റിംഗ് ബ്യൂട്ടിഫുൾ ഏരിയാണ് ഹലോ എന്ന് പറയുന്നത് ബാക്കിലുള്ള അച്ഛമ്മ. ഇന്നത്തെ ബ്യൂട്ടിഫുൾ ഡേ ആണ് കേട്ടോ. ഇന്നും കരഞ്ഞിട്ടില്ല. അവിടെ ചെല്ലുമ്പോൾ അവിടെ ഇരുന്ന് കളിക്കായിരുന്നു. സോ സെക്കൻഡ് ഡേ ടിൽ നൗ ഓൾ ഗുഡ് ബ്യൂട്ടിഫുൾ. ഹലോ ഏരമ്മ. ഹലോ സേ ബൈ. അച്ഛമ്മ കുറച്ച് കരച്ചിലൊക്കെ ഉണ്ട്. അതിന് ഇവളൊന്ന് തോണ്ടി എന്ന് പറഞ്ഞിട്ടാണ് ഈ കരയണ്. കണ്ട ഇന്ന് കിട്ടിയില്ലേ കുട്ടിയുടെ പെക്സ് അവിടെ ഡിപ്പിങ്ങ പെക്സ് ആ തുണി കൊടുത്തിരുന്ന സാധനം അവിടെ കളിക്കുന്നത് അത് എടുത്തു വെച്ചാ നീ ഇതിനെ പൊട്ടിട്ട് വെച്ചതേ അത് അവർക്ക് കളിക്കാൻ ഇഷ്ടമല്ല. എടുത്തിട്ട് വാ പ്ലീസ്, എടുത്തിട്ട് വാ. ഇല്ലെങ്കിൽ ഇത് ഈ കിച്ചണിൻ്റെ മെഷീൻ മുഴുവൻ പറിച്ചെടുക്കൂ 2 കൂടിയിട്ട്. എടാ എസ്മേ, നീ എന്തിനാണ് അവിടെ എത്തുമ്പോഴേക്കും അവളൊരു കാര്യം എടുക്കുമ്പോഴേക്കും കരയണത്? അവൾ അവിടെ എത്തും, മേഡത്തിന് അവിടെ എത്തണം, ഉള്ളിൽ കയറണം. ഇന്ന് 9 മണിക്ക് ഉറങ്ങണം നമുക്ക്. ചേട്ടാ നമ്മുടെ ബീഫ് കറി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ പാത്രം എടുക്കുന്നത് കണ്ട് കഴിഞ്ഞാൽ അപ്പം അവിടെ നിന്ന് ഇളകും. ഇത് നമ്മുടെ ചിക്കൻ 2-3 അവിടെ എടുക്കണില്ലേ, അത് നമുക്കെടുത്ത് മാറ്റണം. അച്ഛൻ മുന്നേ വെച്ചെന്നാ അതാണ് ഉണ്ടായേ. ഇപ്പം ഞാൻ പാത്രത്തിൽ ചോറ് എടുക്കുന്നത് കണ്ടുള്ളോ, അവിടെ നിന്ന് ബഹളാ. ഇന്ന് സ്കൂളിൽ നിന്നൊന്നും കിട്ടിയില്ലേ? ഇന്ന് സ്കൂളിൽ നിന്നൊന്നും കിട്ടിയില്ലേ? അപ്പോൾ മാമൂക്കാമി ഡാഡ സെറ്റാക്കിട്ട് നമുക്കിന്ന് ലിവറൊക്കെ ഇട്ടിട്ടുള്ള മാമു കേട്ടാ. മാമു അമ്മാമ്മയല്ല, അമ്മാമ്മയൊന്നല്ല, ഇത് മാമുവാണ്. അമ്മാമ്മ മമ്മു 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 ഡോണ്ട് വറി. നിങ്ങളുടെ ഇവളുടെ കാര്യത്തിൽ കണ്ടാണല്ലോ ഇന്ന് മീനാട്ടാ, ഇന്ന് മീനാ. ആ സമയത്ത് മുഖം കൊണോണാന്ന് നിൽക്കരുത് ഏട്ടാ രാജമ്മ. ഡോണ്ട് വറി, ഐ ആം ഗോണ കുക്ക്. ഹാങ് ഓൺ. വേവിക്കാനുള്ള സമയം കിട്ടുക. ഇത് ചൂടാറും വേണം. കുറച്ച് ചോറ് കൂടുതല. ഇതൊന്ന് ചൂടാക്കട്ടോ. വെയിറ്റ് എന്തൊരു കഷ്ടമാണ് നോക്കണേ. ഇന്നൊരു സോർട്ട് ഓഫ് മുട്ട മാമു മീൻ മാമു ആണ് കേട്ടോ. ഒരു മുട്ട, ചോറ്, പിന്നെ നമ്മുടെ ഉച്ചക്കാലത്തെ കുറച്ച് മീൻ. സോ മുട്ട മാമു ഇസ് എ ഗുഡ് ഓപ്ഷൻ, എസ്പെഷ്യലി ദേ ലവ്. ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് ഈസി ടു പ്രിപ്പയർ. കുറച്ച് വേവ് കൂടിയ അരിയാണ്. സോ ദേ ഓ ഗുഡ്. നമ്മുടെ ഒരു പോർഷൻ മീൻ, ഉച്ചക്കാലത്തെ മീൻ തന്നെയാണ് കേട്ടോ. ഇപ്പോൾ ഒരു 60 ഗ്രാം മീൻ ഉണ്ടാവും, 50 ഉണ്ടാവും കഷ്ടി. ഒരു 80 ഗ്രാം മുട്ടയുണ്ട്. സോ ഇവർക്ക് 2 പേർക്കുള്ള ഇനഫ് പ്രോട്ടീനായി. ഇവർ കഴിക്കുമോ എന്നുള്ളത് എനിക്കറിയില്ല, കാരണം ചില ദിവസം മീൻ കൊടുക്കുമ്പോൾ അവർ കഴിക്കാറില്ല. ബട്ട് എനിവേ വി ഹാവ് എ ലുക്ക്. ഡൺ. ഇപ്പം എന്താ ഇവിടുത്തെ ഒരു ബേളം, എന്താ ഇവിടുത്തെ അംഗം? ഇത് മെഷീനല്ല. ഞാനിതിൽ കുറച്ച് ചിക്കൻ്റെ ലിവർ ഒരു സൈഡിൽ മിക്സ് ചെയ്തിട്ടുണ്ട്. തോറണോ? നൈസ് മാമാണാ ആണോ? പാത്രത്തിൽ കയറി നീ എന്താ കുച്ചുപ്പൊടി കളിക്കണ? കുച്ചുപ്പൊടി എന്നല്ലേ പറയാ പാത്രം ചവിട്ടി കളിക്കണേ.
നൈസാണാ അതിന് ചവിട്ടിയിട്ട് വീഴൂട്ടാ. ആ പാത്രത്തിൽ ചവിട്ടിയിട്ട് തിരിയണതൊക്കെ കൊള്ളാം, നന്നായിട്ടുണ്ട്, നൈസായിട്ടുണ്ട്. ഒരു പാത്രം അങ്ങടെ പോയാൽ ഒരു കാല് കൂടി ഇരിക്കും. നൈസ് മാമു ആണാ. ഗുഡ് മാമു. മൂക്ക് തുടക്കാനാടാ. ഗുഡ് ഗേളേടമ്മ, ഗുഡ് ഗേളേടമ്മ, ഗുഡ് ഗേളേച്ചമ്മേ. മൂക്ക് തുടച്ചാടാ. ഒരു മിനിറ്റ് ഇങ്ങോട്ട് വാ. എന്നാ ഇവിടെ നിന്ന് നടത്തരാ. അങ്ങോട്ട് പോണ്ട, നിങ്ങൾക്ക് കഴിക്കാൻ പറ്റില്ല. ഗുഡ് ഗേൾ. ഇങ്ങോട്ട് പോടാ. ഏടുമാ കമ്മിയാ പിങ്ങാത് മതിട്ട കുളിക്കാൻ 5 മിനിറ്റിൽ കുളിച്ചിറങ്ങാൻ പറഞ്ഞതാ ഞാൻ. ഇല്ലടാ ആടെ പിങ്ങുവിനെ വിളിച്ചതാ. കുട്ടി പിങ്ങോ വിളിച്ച. ആ പിങ്ങോ എവിടെ? പിങ്ങു അമ്മ എവിടെ? അമ്മ എവിടെ? Where is Amma? Peekaboo? Where is Amma? Good girl. Nice motor mamu ana. Motor mimi mamu. Good girl. Nice ana. Nice aanu. HM nice aanu പറഞ്ഞ പിന്നെ കളിയില്ല ട്ടാ. ഓൾമോസ്റ്റ് കഴിച്ചു കേട്ടോ. ഒരു 1/4 പോർഷൻ അവർ കഴിച്ചു. ഇതിലെടുത്തിട്ടില്ലേ? സ്റ്റിൽ കഴിക്കുന്നുണ്ട്. മിക്കവാറും ഇപ്പോൾ തുപ്പുമായിരിക്കും. ഓൾമോസ്റ്റ് ഫുള്ളായിട്ടുണ്ട്. സോ ആസ് എ ഗുഡ് ഫീഡ് ആക്ച്വലി. ലിറ്റിൽ ബിറ്റ് ഓഫ് മാറിയിട്ട് കുടിക്കണം. ഇതിവിടെ വെച്ചാൽ നിങ്ങളിപ്പോൾ തുപ്പും. നീ ഈ വെള്ളം വായിലേക്ക് ഇത്രയ്ക്ക് അധികം എടുത്തിട്ട് കുട്ടി എന്തിനാണ് ഈ ഡ്രസ്സിൽ മുഴുവൻ തുപ്പി നിറയ്ക്കണേ? നീ അതൊക്കെ നാറും. അതിൽ മീനാണ്. നമുക്ക് നാളെ എടുക്കാം. സ്റ്റാൻഡ് അപ്പ് ഏർമ, സ്റ്റാൻഡ് അപ്പ് ഏർമ, സ്റ്റാൻഡ് അപ്പ് ഏർമ, സ്റ്റാൻഡ് അപ്പ്. Okay. If you happy and you know you shout hooray, hooray. Stand up, Achma. Good eating, Esme. Good eating. That's not too bad for the day. If you happy and you know you shout hooray. If you happy and you know you shout hooray. If you happy and you know it and you really wanna show it. If you happy and you know you shout hooray. ലിവർ മുഴുവൻ ഞാൻ ഈ പാട്ട് പാടിയിട്ട് കയറ്റി വിട്ടുട്ടാ. വിച്ച് ഈസ് എ ഗുഡ് തിങ്. ഒരു 10 to 15 grams ഓഫ് ഷുഗർ ഇതുണ്ടായിരുന്നു അതിൽ ലിവർ. ഇനി ഇത്രയ്ക്ക് കൂടി ബാക്കിയുള്ളൂ മിക്സ് ചെയ്തത്. സോ ദാറ്റ്സ് ദ ഗ്രേറ്റ് സ്റ്റഫ്. ദേ ഗോട്ട് സം ലിവർ. ഇതിപ്പോൾ ഇന്ന് നമ്മൾ പശുമ്പാൽ തന്നെയാണ് കുട്ടികൾക്ക് കൊടുക്കണേ. ഓൾമോസ്റ്റ് 150-160 ml എടുത്തിട്ടുണ്ട് പശുമ്പാൽ. ഇത് ആക്ച്വലി നോൺ ഹോമജനൈസ്ഡ് ആണ്, പക്ഷേ പാസ്ചറൈസ് ചെയ്തെടുത്തിട്ടുള്ള മിൽക്കാണ്. അപ്പോൾ സേഫ് ടു യൂസ്. ഇത് ബോയിൽ ചെയ്യേണ്ട കാര്യമില്ല. സ്ട്രെയിറ്റ് നമുക്ക് കുപ്പിയിലാക്കിയിട്ട് ചെറുതായിട്ടൊന്ന് വാമാക്കിയിട്ട് അവർക്ക് കൊടുക്കാം. 1 year കഴിഞ്ഞ് കഴിഞ്ഞാൽ ന്യൂസിലാൻഡിൽ ഈ പശുമ്പാൽ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. നോട്ട് ബിക്കോസ് ഇറ്റ്സ് ഗുഡ് സോഴ്സ് ഓഫ് പ്രോട്ടീൻ. നമ്മുടെ അമ്മപ്പാലിനേക്കാളും കൂടുതൽ പ്രോട്ടീനൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇതിപ്പോൾ അവർ റെക്കമെൻഡ് ചെയ്യണ. ഫോർമുല വേണ്ട, യു ക്യാൻ സ്റ്റാർട്ട് ഗിവ് ദിസ് മിൽക്ക് എന്നാണ്. ഇതേ കുറച്ച് ദിവസമായി നമ്മൾ തൈര് ഉണ്ടാക്കിയിട്ട് 2 ലിറ്ററിന് ഉണ്ടാക്കണുള്ളൂ. ഇവിടെ തൈര് കഴിക്കൽ മൊത്തത്തിൽ കുറഞ്ഞു. ചോറ് അപ്പാടെ നിർത്തിയ കാരണമാണ്. അപ്പോൾ ഇതേ കുറച്ച് തൈര് ഒഴിക്കാൻ കുറച്ച് മതി. വാട്ട് ഇനി ജസ്റ്റ് മിക്സ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവട്ടെ ഞാൻ തൈര് ഉണ്ടാക്കുന്ന വീഡിയോ. വാ അവൾ വീണിട്ടോ കുഞ്ഞാ. There we go. Irma, what happened? Demo. പേടിച്ചിട്ട് കാര്യമാണ് അതാ. മറിഞ്ഞിങ്ങനെ വീണാ. That's all right, Irma. That's the way we learn. You'll be scared. That's all right. Ada baby, better do. Need overnight. It's in the fridge. ovenil വെക്കുക. ഓക്കെ, ഞാൻ ഇപ്പോൾ ഈ തണുത്ത കൺട്രീസിലൊക്കെ ഉള്ളവർക്ക് ദ ബെസ്റ്റ് വേ. അതിനോ രാത്രി മൊത്തം ഓവൻ ഓൺ ആക്കി ഇടണം എന്നുള്ളൊരു പ്രോബ്ലം മാത്രമേ ഉള്ളൂ. ബട്ട് യു ഗെറ്റ് ബ്യൂട്ടിഫുൾ തൈര് കേട്ടോ. സോ 40 degree. ഓക്കെ, ഇനി ഗ്രിൽ ബേക്ക് വാട്ട് എവർ. ഇൻറ്റേർണൽ ടെമ്പറേച്ചർ 40 ഉണ്ടാവണം, അത്രയേ ഉള്ളൂ. ആൻഡ് ദിസ് ഈസ് മൈ ഡിന്നർ.
കുറച്ച് ബീഫ് കറി, കുറച്ച് ലിവർ, ഇന്ന് ഉച്ചയ്ക്ക് ഉണ്ടാക്കിയിട്ടുള്ള നമ്മുടെ ആൻഡ് ഡംപ്ലിങ്സ്. ആൻഡ് ദിസ് ഇസ് മീ. താങ്ക് യു ഗായ്സ് ഫോർ ദ ലോങ് ഡേ വാച്ചിങ് മീ. ഹൗ വാസ് ദ ഡേ? ഹൗ വാസ് യുവർ ഡേ ടുഡേ? ഗുഡ്, എക്സൈറ്റിംഗ്. പ്രിങ്ക, യു കമ്മിങ്? ബൈ പറയാൻ വരണ്ട? പിങ്ങ് പറഞ്ഞു നല്ല ബീഫ് കറിയാണ്, നല്ല പറയാം. മൈക്രോ ഇട്ട് തണുത്തു പോയി. സോ ഞാൻ ഒന്ന് ചൂടാക്കി. ഗുഡ്. ഞാനിനി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഇവിടെ നമുക്കിത് വൈൻഡപ്പ് ചെയ്യാം. എന്നിട്ട് ഗോൾഡ് ഒന്ന് കുറച്ച് വീഡിയോ എടുത്തു എന്ന് പറഞ്ഞു, ഓസ്ട്രേലിയയിലെ ഒപ്ര ഹൗസും തേങ്ങയും മങ്ങല്ല. അപ്പോൾ ദുബായ് കഴിഞ്ഞിട്ട് അവരെന്താണ് എടുത്തിട്ടുള്ളത് എന്നുള്ളത് ഇതിൻ്റെ അവസാനത്തിൽ കുറച്ച് കാണിക്കട്ടാ, വാട്ട് ദേ വർ ഡൂയിങ് ഇവിടെ ഇല്ലാത്ത സമയത്ത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് സൂപ്പർ റെഡിമേഡ്. നമുക്ക് അടുത്തോണം കാണാം. അതുവരയ്ക്കും അവിടെ നോക്കുക. വാ. ആക്ച്വലി I would like to thank these three. These two behaved very good and Pringu did very good. A great appreciation Pringu. എൻ്റെ ഒരു മൈക്കിൻ്റെ മാഗ്നറ്റ് കളഞ്ഞിട്ടുണ്ട്, എവിടെയാണാവോ? അത് നോട്ട് അപ്രീസിയേറ്റഡ്. കമ്മിയാ, സ്റ്റേ സ്ട്രോങ്. അപ്പോൾ ഓക്കെ ഗൈസ്, ഇതുപോലത്തെ സൂപ്പർ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തോണം കാണാം. അതുവരെയ്ക്കും ബൈ ഫോർ നൗ. ബൈ ബൈ. പൂപ്പാ. അജമാ, ആ ഗുഡ് മോർണിംഗ് ഫ്രം സിഡ്നി. അതാണ് എന്തുവായിരുന്നു? അല്ലല്ല, പാലം, ഹാർബർ ബ്രിഡ്ജ്, ഇത് ഒപ്ര ഹൗസ്. ഇതിനൊക്കെ ഡീറ്റെയിൽസ് ഒന്നും പറയാൻ അറിയാൻ വേണ്ട, നമ്മൾ പോകുമ്പോൾ കാണിച്ചു തരും. എവിടെ പോയി അറിയാതെ അങ്ങോട്ട് തിരിച്ചു പോയി. അങ്ങനെയാണ് എല്ലാവരും നടന്നു പോകണത്, വീഡിയോ ഒക്കെ എടുത്തിട്ടപ്പോൾ അല്ലേ. അങ്ങനെ പോകണമെങ്കിൽ എന്തൊരു പാടല്ലേ, ഇതിങ്ങനെ നീക്കി പിടിച്ച് പോകണ്ടേ. നല്ല രസമുണ്ട് ഈ സ്റ്റെപ്പ് അല്ലേ. ഇതിന് മോനെ മ്യൂസിക്കൊക്കെ ഇട്ടിട്ട് അങ്ങ് ഇട്ടാൽ മതി. വോയിസ് ഓവറും ഇതൊന്നും പറ്റില്ല. ഇതാണ് ഇവിടുത്തെ ക്യൂൻ വിക്ടോറിയ ബിൽഡിംഗ് എന്ന് പറഞ്ഞൊരു മോളാണ് നമ്മളടുത്ത് അങ്ങോട്ട്. ഇവിടെ ഇങ്ങനെ അധികം നമ്മൾ ചുമ്മാ കാണാൻ വന്നത്, ഇത് കാണേണ്ട ഒരു സ്ഥലമെന്ന് പറഞ്ഞ കാരണം ഇത് കണ്ട് ഫുഡൊക്കെ അടിച്ച് ഫുഡൊക്കെ നമുക്ക് നോക്കി വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഒരു ഡ്രാമ തിയേറ്ററിലൊക്കെ പോയ പോലത്തെ ഒരു ഇത്. ഏത് പേളിയുടെ കടയോ? കണ്ടില്ലേ ഞാൻ ഇവിടെ. ഇവിടെ അതെ ലാ പേളി കട. ഈ കട നമ്മുടെ എവിടെ ഉണ്ട് കണ്ടോ? മോളില് സിൽവിയ പാർക്കില്. ഇതിൻ്റെ ഹിസ്റ്ററി ഒന്നും നമുക്ക് അറിയാൻ പാടില്ല. ഇത് ഇവിടെ വരേണ്ട ഒരു സ്ഥലമാണെന്ന് കണ്ടു. ഇങ്ങനെ വാങ്ങണുണ്ടോ? വാങ്ങണില്ലേ? 19,000 മാലയ്ക്ക്. ഈ മാല കൊള്ളാം അല്ലേ? ഇത് നല്ല രസമുണ്ട്. ഇത് കുഴപ്പമില്ല. സമയം കറക്റ്റാണോ? സമയം തെറ്റാ. പക്ഷേ പലയിടത്തും പല സമയം. പല സൈഡിലും പല സമയമാണ്. സിഡ്നിയിൽ 11:10 നമ്മൾ മറ്റേ ഒപ്ര ഹൗസിൽ പോയി കഴിഞ്ഞപ്പം അതിൻ്റെ അകത്ത് കണ്ട സാധനങ്ങൾ പറയണ്ടേ? നല്ലതായിരുന്നു, നല്ല രസം. അതിൻ്റെ അകത്ത് ഇങ്ങനെ അല്ലേ, എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു അതിൻ്റെ ഉള്ളിൽ എന്നാന്നൊന്നും നമ്മൾ ആലോചിച്ചിട്ടില്ല. പക്ഷെ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ തിയേറ്റർ, ഡ്രാമയും ബാലെ അങ്ങനെ ഓരോന്നൊക്കെ നടക്കണ, ക്യാബറ അങ്ങനത്തെ ഒക്കെ തിയേറ്ററുകളാണ് അവിടെ.
ഇൻസൈഡ് ഔട്ടും സ്ട്രേഞ്ചർ തിങ്സൊക്കെ അവിടെ ഷൂട്ട് ചെയ്ത് ഉണ്ടായിട്ടുണ്ടെന്ന്. പിന്നെ നല്ല രസമുണ്ട് അതിൻ്റെ അകം കാണാനായിട്ട്. ഒരുപാട് വർഷങ്ങളായി നമ്മളെനിക്ക് തോന്നുന്നു ഈ അടുത്താണ് ഇതിനെ അധികം കൊല്ലങ്ങളായിട്ടുണ്ടാവില്ല കേട്ടിട്ട്. അതിൻ്റെ ഉള്ളിൽ തൂണുകളും അങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല. അങ്ങനെ പിന്നെ തൂണില്ലാതെ ഒരു പ്രത്യേകതരം സ്കാൻഡിനേവിയൻ ആർക്കിടെക്ചറാണ് അതിന്. വൺ ടൈം എക്സ്പീരിയൻസ് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ പോകേണ്ടത് അല്ലേ. പിന്നെ നമ്മൾ ക്വീൻ വിക്ടോറിയ ബിൽഡിങ്ങിനെ പറ്റിയിട്ട് നമുക്കൊന്നും അറിയത്തില്ല, ഒന്നിനെ പറ്റിയിട്ട് പ്രത്യേകിച്ച് അറിയത്തില്ല. ഇങ്ങനെ പറയുക. ഇങ്ങനെ ഞങ്ങളുടെ സ്ക്യൂവേഴ്സ് കിട്ടി കഴിച്ച് നോക്കട്ടെ എവിടെയെങ്കിലും സീറ്റിലിരുന്നിട്ട്. ഞാനും വിചാരിച്ചു ക്രിസ്പി ആവുന്നത്, ക്രിസ്പി ആയില്ല അല്ലേ. ഭയങ്കര ചൂടാണോ? എങ്ങനെയുണ്ട് പ്രോൺസ്? ഞാൻ കഴിച്ചില്ല. ശരിയാ, ഭയങ്കര ചൂട്. ആ ഒരു സേഷ്വാൻ പെപ്പറിൻ്റെ എരിവുണ്ടെന്ന് മാത്രമേ ഉള്ളൂ, വേറെ ടേസ്റ്റൊന്നുമില്ല. അങ്ങനെ ഉപ്പൊന്നുമില്ല. ഇത് കഴിഞ്ഞിട്ട് കഴുകിയില്ലെങ്കിൽ എരിയും അല്ലേ. ഒന്നുമില്ല. എന്തോ കാണുന്ന അതിൽ നമ്മുടെ എല്ലാം ഏഷ്യൻ ഫ്ലേവേഴ്സാണ് നിറച്ച്. പ്രോൺസ് എനിക്ക് പിന്നെ ഇഷ്ടപ്പെട്ടു. ഓക്കെ, നമ്മളിവിടെ എന്നാ കഴിക്കാൻ പോണ? റാമൻ കഴിക്കാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക. ഇതാണ് നമ്മളുടെ എന്തിട്ടാണ് വാഗ്യൂ ബീഫ് ഊഡോൺ എന്തുകൊണ്ടോ നൂഡിൽ. എൻ്റേത് റാമൻ, ചീസി റാമൻ. അങ്ങോട്ട് കാണിക്കണം. ഓക്കെ, ലെറ്റ്സ് ഗോ. ഇനി നമ്മൾ വെസ്റ്റ് ഫീൽഡിലോട്ട് പോകണം. ചുമ്മാ നമ്മുടെ അവിടെ ഇല്ലാത്തൊരു സ്ഥലം. ഇവിടെ നല്ല ബെഡും കിടക്കൊക്കെ വിരിച്ചിട്ടിട്ടുണ്ട്. അത് നമുക്ക് ബാഗിലിട്ടാലോ ഈ സാധനം? അപ്പോൾ കവർ പിടിച്ചുകൊണ്ട് നടക്കണ്ടല്ലോ. പറ്റുമോ? നമ്മളതിനെ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞായിരുന്നു, പക്ഷേ എനിക്ക് അതിന് തീരെ കോൺഫിഡൻസ് ഇല്ല. അതാണ് കുഴപ്പം. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വർത്താനം പറയണമെന്ന് പറഞ്ഞു, വർത്താനം പറഞ്ഞുകൊണ്ട് നടന്നു പോകണം. ഇങ്ങനെ പോകുമ്പോൾ ആരെങ്കിലും ഇത് പിടിച്ചോണ്ട്, അതാ പേടി. വീഡിയോക്കാർ ഇന്ത്യക്കാരെ കൊണ്ട് ശല്യമെന്ന് പറയും. ബാറ്ററി തീരാനേ കാരണം ഇനി പ്രശ്നമില്ല, 10% കൂടെ ഉള്ളൂ.